മാർക്കോഴ ആരോപണത്തിൽ ബാർ ഉടമകളുടെ വാദം പൊളിയുന്നു. 2.5 ലക്ഷം രൂപ വീതം പിരിച്ചത് ഓഫീസ് കെട്ടിടം നിർമ്മിക്കാൻ എന്ന വാദമാണ് പൊളിയുന്നത്. കെട്ടിട നിർമ്മാണത്തിന് പിരിവ് നടത്തിയത് മാസങ്ങൾക്ക് മുമ്പ്. 1 ലക്ഷം രൂപ മാത്രമാണ് അന്ന് പിരിച്ചത്. പുതിയ മദ്യനയ രൂപീകരണത്തിന്റെ ഭാഗമായി 2.5 ലക്ഷം രൂപ നൽകണമെന്നാവശ്യപ്പെട്ടുള്ള ബാർ ഉടമകളുടെ സംഘടനാ നേതാവിന്റെ ശബ്ദ സന്ദേശം പുറത്തുവന്നതോടെയാണ് വിവാദങ്ങൾക്ക് തുടക്കമായത്. ഡ്രൈ ഡേ ഒഴിവാക്കുന്നതിനും ബാറുകളുടെ പ്രവർത്തന സമയം കൂട്ടുന്നതിനും കോഴ നൽകാനാണ് പണപ്പിരിവെന്നായിരുന്നു പ്രധാന ആരോപണം. എന്നാൽ കെട്ടിട നിർമ്മാണത്തിന് വേണ്ടിയാണ് പണപ്പിരിവെന്ന് അവകാശപ്പെട്ട് ബാർ ഉടമകളുടെ സംഘടനകൾ രംഗത്ത് വന്നു. ബാർ ഉടമകളുടെ ഈ അവകാശവാദവും പൊളിയുകയാണ്. കെട്ടിട നിർമ്മാണത്തിനായി മാസങ്ങൾക്ക് മുൻപാണ് പണപ്പിരിവ് നടന്നതെന്ന് ഈ രേഖകൾ തെളിയിക്കുന്നു. 1 ലക്ഷം രൂപ വീതമാണ് പിരിച്ചെടുത്തത്. കെട്ടിട നിർമ്മാണത്തിനായി 2.5 ലക്ഷം പിരിക്കാനുള്ള ഒരു തീരുമാനവും ഉണ്ടായിരുന്നില്ല. ഇതോടെ സർക്കാരിനെ സംരക്ഷിക്കാനാണ് ബാർ ഉടമകൾ ശ്രമിക്കുന്നതെന്ന് വ്യക്തമാവുകയാണ്. മദ്യനയ രൂപീകരണത്തിൽ ചർച്ചകൾ നടന്നിട്ടില്ലെന്ന ടൂറിസം മന്ത്രിയുടെയും എക്സൈസ് മന്ത്രിയുടെയും വാദങ്ങളും കഴിഞ്ഞ ദിവസം പൊളിഞ്ഞിരുന്നു. മന്ത്രിമാരെ സംരക്ഷിക്കാൻ ടൂറിസം ഡയറക്ടർ നേരിട്ട് ശ്രമിച്ചെങ്കിലും നടന്നില്ല. 21-ന് നടന്നത് മദ്യനയ രൂപീകരണ ചർച്ചയാണെന്നതിന്റെ തെളിവുകൾ പുറത്തു വന്നതാണ് സർക്കാരിനെ വെട്ടിലാക്കിയത്. ബാർകോഴ ആരോപണത്തിൽ സർക്കാരിനെ പ്രതിസന്ധിയിലാക്കുന്ന കൂടുതൽ തെളിവുകൾ ഓരോ ദിവസവും പുറത്തു വരികയാണ്. ടൂറിസം മേഖലയുടെ പേരിൽ ഡ്രൈ ഡേ ഒഴിവാക്കാനുള്ള സർക്കാർ നീക്കത്തിലെ അഴിമതി പുറത്തുവരുന്നത് ടൂറിസം മന്ത്രിയെ മാത്രമല്ല മുഖ്യമന്ത്രിയെ പോലും വെട്ടിലാക്കും. തിരുവനന്തപുരത്ത് നിന്നും ആർ രാജീവ്, ജനം.